അശ്ലീല ചിത്രത്തിലൂടെ പണം സമ്പാദിച്ചുവെന്ന പരാതിയിൽ എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ നടി ശ്വേതാ മേനോൻ. അമ്മ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ ഉയർന്ന പരാതിയും കേസും ഗൂഢലക്ഷ്യത്തോടെയാണ് എന്നാണ് ശ്വേതയുടെ വാദം. കേസിന് പിന്നിൽ സംഘടനയുടെ ഒരു വിഭാഗം തന്നെയാണെന്ന് ചൂണ്ടിക്കാട്ടി മറ്റൊരു വിഭാഗം നിയമ നടപടികളിലേക്ക് പോകുമെന്ന് വ്യക്തമാക്കിയിരുന്നു. വൈസ് അഭിനന്ദ് കൊച്ചിയിൽ ചേരുന്നു. അഭിനന്ദ്, അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു കേസ് വരുന്നത്, അതും ഗുരുതരമായ വകുപ്പുകളടക്കം ചുമത്തി. ഇതിനെ എങ്ങനെ നേരിടാനാണ് ശ്വേതാ മേനോന്റെ തീരുമാനം? വിവരങ്ങൾ. ഈ മാസം 15-ന് ആണ് അമ്മ സംഘടനയിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പ്. അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ഇത്തരം പരാതി സംഘടനയിലെ ഒരു വിഭാഗം തന്നെയാണെന്നാണ് ശ്വേതാ മേനോൻ വ്യക്തമാക്കുന്നത്. ഇത് ഔദ്യോഗികമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കുന്നതിൽ അമ്മ സംഘടനയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടം അനുവദിക്കില്ല എന്നായിരുന്നു ഇന്നലെ ശ്വേതാ മേനോനുമായുള്ള വൃത്തങ്ങളോടും ഒപ്പം തന്നെ ശ്വേതാ മേനോനോടും സംസാരിച്ചപ്പോൾ വ്യക്തമായത്. പക്ഷേ ഇത് എഫ്ഐആർ രേഖകൾ തന്നെ പരിശോധിക്കുമ്പോൾ അറിയാം എത്രത്തോളം ബാലിശമാണെന്നും താൻ നേരത്തെ അഭിനയിച്ച ചിത്രങ്ങൾ അന്ന് ഇല്ലാത്ത പ്രശ്നം ഈ സംഘടനയിലെ ഒരു ഭാരവാഹിയെ തലപ്പത്തേക്ക് തന്നെ മത്സരിക്കാനിരിക്കെ ഉയർന്നു വന്നതിൽ ഒരു ഗൂഢലക്ഷ്യമാണെന്നാണ് ശ്വേതാ മേനോൻ കരുതുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്.